കൂണിൻ്റെ വിത്തിൻ്റെ ക്വാളിറ്റി എങ്ങനെ നല്ലതാണോ മോശമാണോ തിരിച്ചറിയാൻ പറ്റും. പാകമായ വിത്ത് എടുക്കുക. നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ വിത്ത് നല്ല ഉറച്ച് ഒരു കട്ട പോലെ ഇരിക്കും, അങ്ങനത്തെ വിത്ത് എടുക്കുക. വിത്തിൻ്റെ അകത്ത് പച്ച കളർ ഉണ്ടോ എന്ന് മെയിനായിട്ട് നോക്കുക. എന്തെങ്കിലും പച്ച സ്പോട്ട് ഉണ്ടോ എന്ന് നോക്കാം, കറുത്ത സ്പോട്ട് ഉണ്ടോ എന്ന് നോക്കുക. ഈ 2 സ്പോട്ട് ഉണ്ടെങ്കിലും അതിന് കംപ്ലൈൻ്റ് ഉണ്ടോ, പച്ച സ്പോട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വിത്ത് ഉപയോഗിക്കാതിരിക്കുക. ആ വിത്ത് ഓക്കെ, ആ പ്ലാസ്റ്റിക് കവറൊന്നും പൊട്ടാതിരിക്കുന്നതായിരിക്കണം. പിന്നെ അങ്ങനത്തെ വിത്ത് എന്തായാലും നോക്കി നമ്മൾ എടുത്തു. വൈറ്റാണ് കളർ വേണ്ടത്, പക്ഷെ കുറച്ച് ദിവസം പഴയതാകുമ്പോൾ ചിലപ്പോൾ ഒരു യെല്ലോ കളർ വരും. ചെറിയൊരു യെല്ലോ കളർ വരാൻ സാധ്യതയുണ്ട്, ചെറിയൊരു പിങ്ക് കളർ വരാൻ സാധ്യതയുണ്ട്. ഇതൊന്നും കണ്ടാമിനേഷൻ ഒന്നുമല്ല, അതൊരു ജീവിയാണ്. അത് വളരുമ്പോൾ അതിനും കുറച്ച് എക്സ്ക്രീഷൻസ് പുറത്തേക്ക് വരും. അത് ചെറിയൊരു മഞ്ഞ കളർ അല്ലെങ്കിൽ വെള്ളം പോലെയൊക്കെ പുറത്തേക്ക് വരും. അത് ചെറിയ രീതിയിൽ മഞ്ഞൊന്നും കുഴപ്പമില്ല. നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ചെറിയൊരു 1-2 യെല്ലോ സ്പോട്ട് വന്നതൊരു കുഴപ്പമില്ല. കണ്ടമാനം മഞ്ഞ ഉള്ളത് എടുക്കണ്ട, കാരണം ഒത്തിരി പഴയതാണ് അപ്പം. പക്ഷെ നിങ്ങളുടെ കയ്യിൽ നിന്ന് മഞ്ഞയാവും, നിങ്ങളുടെ കയ്യിരിപ്പുണ്ട്, എന്തുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ, പൊതുവേ നമ്മൾ കൃഷിക്കാർ വിത്ത് വാങ്ങിച്ചാൽ നമ്മൾ പള്ളി പെരുന്നാളിന് വിത്ത് വാങ്ങിക്കും, വഴി കൂടെ പോകുമ്പോൾ വിത്ത് വാങ്ങിക്കും, ബസ് സ്റ്റാൻഡിൽ നിന്ന് വിത്ത് വാങ്ങിക്കും. എന്നിട്ട് കൃഷി ചെയ്യാറുണ്ടോ? നിങ്ങൾക്ക് സൗകര്യം ഉൾപ്പെടെ കൃഷി ചെയ്യാറുള്ളൂ അല്ലേ? അത് കൃഷി പറ്റിയല്ല. വിത്ത് കിട്ടിക്കഴിഞ്ഞാൽ വിത്ത് ഏകദേശം ആവാൻ 10 ദിവസം എടുക്കും. ആ വിത്തിന് 15 ദിവസം മാക്സിമം ഉപയോഗിക്കണം. കാരണം എപ്പോഴും എത്രയും പെട്ടെന്ന് തന്നെ ഉപയോഗിക്കുക, അത്ര തന്നെ. ബാക്കി എല്ലാം അടുപ്പിച്ചൊടിച്ച് വിത്ത് വാങ്ങിക്കുക. അല്ലെങ്കിൽ വിത്ത് പലപ്പോഴും ഇപ്പം ഞങ്ങൾക്കാണ് 10 ദിവസം വരെ ബുക്കിംഗ് ഉണ്ട്. അപ്പോൾ നേരത്തെ വിളിച്ച് ചോദിക്കണം, ബുക്ക് ചെയ്യണം, വാങ്ങിച്ച് കെട്ടി തന്നെ ഉപയോഗിക്കണം. പറ്റിയില്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുക. ഫ്രീസറിൽ വെക്കരുത്, ഫ്രിഡ്ജിൽ വെക്കുക. അതൊരു നല്ല മെത്തേഡൊന്നുമല്ല, കുഴപ്പമില്ല. ഇപ്പം നിങ്ങളാണെങ്കിലും ദോശമാവ് കൈ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കുന്നത് നിവൃത്തികേട് വേണ്ട. നല്ല ദോശ കിട്ടണമെങ്കിൽ എന്ത് വേണം? അത്രയേ ഉള്ളൂ. സിമ്പിൾ സൊല്യൂഷൻ. ഓക്കെ. ഇപ്പം നിവൃത്തിയില്ലെങ്കിൽ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാം. 3 മാസം വരെയൊക്കെ ഫ്രിഡ്ജിലിരിക്കും, കുഴപ്പമില്ല. ഓക്കെ.